പതൻവേദന. ഒരഴകാർന്ന കാട്ടിലെ ഒരു ഉയർന്ന മരത്തില് മീനു എന്നൊരു കുഞ്ഞു കുരുവി വീട് കെട്ടി ജീവിച്ചിരുന്നു. മീനുക്കുരുവിയുടെ വീട് വളരെ മോശമായ നിലയിൽ പൊളിഞ്ഞു വീഴാറായിട്ടുണ്ടായിരുന്നു. മീനുക്കുരുവി ഇപ്പൊ ഗർഭിണിയായതിനാല് അതിന്റെ വീട് ശരിയാക്കാൻ അതിനെ കൊണ്ട് പറ്റുന്നില്ല. ഇന്ന് തന്നെ ഞാൻ മുട്ടയിടുമെന്ന് തോന്നുന്നു. മുട്ടയിട്ടാല് മുട്ടയ്ക്ക് ഞാൻ അടയിരിക്കണം. അതിനു വേണ്ടി അടയിരിക്കുന്ന സമയത്തിലേക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരാം. അതും പറഞ്ഞ് മീനുക്കുരുവി വളരെ വേഗം ഭക്ഷണം സേവിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറന്നുപോയി. അങ്ങനെ കാട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് വൈകുന്നേരമായപ്പോഴേ കിട്ടിയ എല്ലാ ഭക്ഷണവും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. ഇനി ഒരു പേടിയും വേണ്ട. അടയിക്കാലത്തിന് വേണ്ട എല്ലാ ഭക്ഷണങ്ങളും ഞാൻ കൊണ്ടുവന്ന്. മഴ മാത്രം വന്നാതിരുന്നാൽ മതി. മഴ വന്നാൽ എന്റെ വീട് പൊളിഞ്ഞു പോവുമായിരിക്കും. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ വീട്ടിലിരുന്ന് അവിടെ ഒരു മുട്ടക്കടയിരുന്നു. അങ്ങനെ രാത്രിയായി. അന്ന് രാത്രി മീനുക്കുരുവി തന്റെ വീട്ടിൽ 2 അഴകാർന്ന മുട്ടകളിട്ടു. ഇത് കണ്ട ആ കുഞ്ഞു കുരുവി വളരെയധികം സന്തോഷിച്ചു. പിന്നെ കുറെ സമാധാനത്തോടെ തന്റെ മുട്ടയുടെ അടയിരുന്നു തന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആരും കരുതാത്ത നേരത്തെ കാട്ടില് ശക്തമായ മഴയും മിന്നലും വന്നു. മീനുവിന്റെ വീട് വളരെ മോശമായതിനാൽ വീടിനകത്തേക്കും വെള്ളം വരാൻ തുടങ്ങി. ഇത് കണ്ട മീനു വളരെയധികം പേടിച്ചു. അയ്യോ ദൈവമേ, മഴ വന്നല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്റെ വീട് മുഴുവനും ആടുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞാല് എന്റെ വീട് മുഴുവനും വെള്ളം നിറയും. എന്റെ മുട്ട മഴ നനഞ്ഞാല് അതിൽ നിന്ന് കുഞ്ഞ് പുറത്തു വരില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അയ്യോ, മുട്ട എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. അതും പറഞ്ഞ് മീനുക്കുരുവി ഒരു കൂടയിൽ തന്റെ 2 മുട്ടകളും വെച്ച് അവിടെ നിന്ന് പറന്ന് വേഗം അവിടെ നിന്ന് പോയി. പിന്നെ തന്റെ അടുത്ത വീടായ കാക്കയുടെ വീടിന്റെ കതക് തട്ടാൻ തുടങ്ങി. കതക് തുറന്ന ശബ്ദം കേട്ട് 2 കാക്കകളും വേഗം തന്നെ അകത്തു നിന്നും പുറത്തു വന്നു. റാണി അക്ക, എന്റെ വീട് മുഴുവനും വെള്ളമായി. എല്ലാം നഷ്ടമായി പോയി. എന്റെ മുട്ടകള് അവിടെ വെച്ചാല് ആപത്താണ്. ഈ മുട്ട ഈ മഴ കഴിയും വരെ നിന്റെ വീട്ടിൽ വെച്ചോട്ടെ. മീനു, എന്റെ വീട് വളരെ ചെറുതാ. ഞങ്ങൾക്ക് 2 പേർക്കും ഇതിനകത്ത് നിൽക്കാനേ സ്ഥലമില്ല. ഇതിൽ നീയും വന്നാലേ നിന്റെ അകത്ത് കയറ്റാൻ കഷ്ടമായിരിക്കും. വേണമെങ്കിൽ നിന്റെ 2 മുട്ടകളും ഞാൻ സംരക്ഷിക്കാം. മഴ നിന്ന ശേഷം നീ വന്ന് വാങ്ങിക്കോ. ശരി റാണി ചേച്ചി, ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല. എന്റെ മുട്ടകൾ മഴ നിലാതിരുന്നാ മതി. അതാണ് ഇപ്പോൾ പ്രധാനം. അതെങ്ങനെയാ പറഞ്ഞാൽ ശരിയാവാ? വെറുതെ 2 മുട്ടകള് എന്റെ വീട്ടിനകത്ത് വെച്ച് സംരക്ഷിക്കാൻ പറ്റില്ല. അതിനു പകരം നിന്റെ കയ്യിലുള്ള ധാന്യങ്ങൾ മുഴുവൻ എനിക്ക് തരണം. ശരി കാലി ചേട്ടാ, ഇത് മുഴുവനും എല്ലാ ധാന്യങ്ങളും നിങ്ങൾ എടുത്തോളൂ. എന്റെ മുട്ടകളെ ഭദ്രമായി നോക്കണേ. അതും പറഞ്ഞ് മീനുക്കുരുവി തന്റെ മുട്ടകളെ കാലിന്റെയും റാണിയുടെയും വീട്ടിൽ വെച്ചിട്ട് വീണ്ടും അവിടെ നിന്നും പറന്ന് തന്റെ വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ കാട്ടില് മഴയൊക്കെ നിന്നപ്പോൾ മീനുക്കുരുവി വളരെ കഷ്ടപ്പെട്ട് കാട്ടില് പോയി മരക്കട്ടകളെടുത്ത് തന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഒട്ടകളും ശരിയാക്കി. അതേസമയം റാണിക്കാക്കയുടെ ശ്രദ്ധയില്ലായ്മ മൂലം ആ 2 മുട്ടകളിൽ നിന്ന് ഒന്ന് ഒടിഞ്ഞുപോയി. അയ്യോ റാണി, നീ എന്തായി ചെയ്തത്? ആ കുരുവിയുടെ മുട്ടയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മള് ധാന്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ മുട്ട പൊട്ടിയത് അറിഞ്ഞാൽ ധാന്യങ്ങളൊക്കെ തിരികെ കൊടുക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ രാത്രി തന്നെ നമ്മൾ എല്ലാ ധാന്യവും കഴിച്ചില്ലേ? അയ്യോ കാലും, എന്നോട് ക്ഷമിക്കണേ. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എനിക്കറിയാതെ മുട്ടകൾ പൊട്ടിപ്പോയതാ. എനിക്ക് പേടിയാവുന്നു. ആ കുരുവി വന്ന് കേട്ടാൽ നമ്മൾ എന്താ ഉത്തരം പറയാ? ശരി, നീ മുട്ട പൊട്ടിയ കാര്യമൊന്നും ആ കുരുവിയോട് പറയണ്ട. ഞാൻ ഇതിന് എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചു വരാം. കാലു കാക്ക എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആ കാല് മുഴുവനും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. അതിന് ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നെ കാലു കാക്ക ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നു. ആ മരത്തിന് അടുത്ത് ഒരു ചെറിയ ഗുഹ ഉണ്ടായിരുന്നു. അതില് ഒരു താറാവ് ഇരുന്നിരുന്നു. കുറച്ചു സമയത്ത് ആ താറാവിന്റെ അമ്മ എവിടെ നിന്നും ഭക്ഷണം തേടാൻ വേണ്ടി പോയി. ആ സമയത്ത് അതിന്റെ വീട്ടില് 3 മുട്ടകൾ ഉണ്ടായത് കാലുകാക്കയ്ക്ക് കണ്ടു. ഇത് കണ്ട കാലുകാക്ക വളരെ സന്തോഷിച്ചു. ആഹാ, ഇത് തന്നെ ശരിയായ സമയം. ഇതിൽ നിന്ന് ഒരു മുട്ട എടുത്ത് ആ കുരുവിക്ക് കൊടുക്കാം. 2 മുട്ടകൾക്കും ഒരു വ്യത്യാസവും അറിയില്ല. ആ അമ്മ താറാവ് വരുന്നതിന് മുമ്പ് വേഗം ഒരു മുട്ട എടുത്ത് ഇവിടെ നിന്ന് പോകാം. അതും പറഞ്ഞ് കാലുകാക്ക പെട്ടെന്ന് തന്നെ
ആ 3 മുട്ടകളിൽ നിന്നും ഒരു മുട്ട എടുത്ത് അവിടെ നിന്നും പറന്നു പോയി. കാലു, ഇതാരുടെ മുട്ടയാ? ഇതെവിടുന്നാ നിനക്ക് കിട്ടേ? റാണി, ആ കുരുവി വന്ന് കേട്ടാല് ഈ മുട്ട കൊടുക്ക്. മുട്ട പൊട്ടിയ വിഷയമൊന്നും ആ കുരുവിയോട് പറയരുത്. ഇതൊരു താറാവിന്റെ മുട്ടയാ. പക്ഷെ കാലു, അരിമുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വന്നാലേ ആ കുരുവിക്ക് സത്യം മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ നോക്കാം. ഇപ്പം തൽക്കാലം ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനേ ഉള്ള വഴി. ആ സമയത്ത് കുഞ്ഞിക്കുരുവി തന്റെ വീട് ശരിയാക്കി കഴിഞ്ഞു. പിന്നെ തന്റെ മുട്ട വാങ്ങാൻ വേണ്ടി കാലും റാണിന്റെ വീട് നോക്കി പറന്നുപോയി. റാണി ചേച്ചി, ഞാൻ എന്റെ മുട്ട വാങ്ങാനാ വന്നത്. നിങ്ങൾക്ക് വളരെ നന്ദി. ഇത്ര നേരം എന്റെ മുട്ടകളെ നിങ്ങൾ സംരക്ഷിച്ചില്ലേ? റാണി കാക്ക നടന്ന കാര്യങ്ങളൊന്നും പറയാതെ മീനുക്കുരുവിക്ക് 2 മുട്ടകളും തിരിച്ചു കൊടുത്തു. ആ കുഞ്ഞിക്കുരുവി വളരെ സന്തോഷത്തോടെ തന്റെ മുട്ടയും എടുത്ത് തന്റെ വീട്ടിലേക്ക് പറന്നു വന്നു. ഹാവൂ, ഇനി ഒരു പ്രശ്നമില്ല. എന്റെ വീട് ഞാൻ ശരിയാക്കി വെച്ചു. ഇനി ഈ വീട്ടിൽ ഇരുന്ന് എന്റെ മുട്ടകളെ ഞാൻ സംരക്ഷിച്ച് അടയിരിക്കും. അതും പറഞ്ഞ് മീനുക്കുരുവി വളരെ സന്തോഷത്തോടെ തന്റെ മുട്ടകളെ അടയിരിക്കാൻ തുടങ്ങി. അതേസമയം പുറത്ത് പോയി തിരിച്ചു വന്ന അമ്മ താറാവ് തന്റെ മുട്ടയിലൊന്ന് കാണാതെ കണ്ട് വളരെയധികം സങ്കടപ്പെട്ടു. അയ്യോ ദൈവമേ, എന്റെ ഒരു മുട്ട എവിടെ പോയി? ആരോ മോശമായ പറവ എന്റെ ഒരു മുട്ട കട്ടെടുത്ത് പോയിട്ടുണ്ട്. അതും പറഞ്ഞ് അമ്മ താറാവ് ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ സങ്കടത്തോടെ കയറാൻ തുടങ്ങി. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മീനുക്കുരുവിയുടെ 2 മുട്ടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. അതിൽ ഒന്ന് മീനുക്കുരുവിയുടെ കുഞ്ഞ്, പിന്നെ ഒന്നുണ്ടായത് താറാവിന്റെ കുഞ്ഞായിരുന്നു. ഇത് കണ്ട് മീനുക്കുരുവ് വളരെ അത്ഭുതപ്പെട്ടു. ദൈവമേ, എന്താ ഇത്? എന്റെ മുട്ടയിൽ നിന്ന് വേറൊരു കുട്ടി വന്നിട്ടുണ്ട്. ഇതെന്താ മുട്ട മാറിപ്പോയത്? ഇത് കാക്കകളെ മാറ്റിയതായിരിക്കുമോ? അല്ലാതെ എങ്ങനെയാ മാറാ? അതും പറഞ്ഞ് മീനുക്കുരുവി വേഗം കാക്കയുടെ വീട് നോക്കി പറന്നുപോയി. റാണി ചേച്ചി, ദയവ് ചെയ്ത് സത്യം പറ. എന്റെ മുട്ടകൾക്ക് എന്താ പറ്റിയത്? എന്റെ ഒരു മുട്ടയിൽ നിന്നും താറാവ് കുഞ്ഞാ വന്നത്. ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും എന്നോട് സത്യം പറ. മീനു, എന്നോട് ക്ഷമിക്കണം. എന്റെ ഒരു തെറ്റ് വന്നു. നിന്റെ ഒരു മുട്ട എന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അത് മറച്ചു വെക്കാനാ കാലു നിനക്ക് ഒരു താറാവിന്റെ മുട്ട തന്നത്. സത്യം പറയാതെ നിന്റെ മുട്ട ഞാൻ തിരിച്ചു തന്നു. റാണി ചേച്ചി, നിങ്ങൾ എത്ര വലിയ തെറ്റാ ചെയ്തത്. ആ അമ്മ താറാവ് അതിനെ കാണാതെ എത്ര സങ്കടപ്പെട്ടിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ കാലുവണ്ണാവിന്റെ കൂടെ പോയിട്ട് ആ ഒരു താറാവിന് തന്റെ കുഞ്ഞെ തിരിച്ചു കൊടുക്കും. അതും പറഞ്ഞ് കാലുകാക്കയുടെ സന്തോഷത്തോടെ മീനുക്കുരുവി ആ താറാവിന്റെ അടുത്തേക്ക് തന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു. അത് കണ്ട് അമ്മ താറാവ് വളരെയധികം സന്തോഷിച്ചു. കാക്ക തന്റെ തെറ്റിന് അവരോട് മാപ്പ് ചോദിച്ചു. പിന്നെ മീനും കാലും വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പറന്നുപോയി. മീനുക്കുരുവി തന്റെ ഒരു കുഞ്ഞിന്റെ കൂടെ ആ വീട്ടില് വളരെ സന്തോഷത്തോടെ ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമുക്കൊരു സങ്കടം വരാണെങ്കിൽ നമുക്ക് എത്ര വിഷമുണ്ടാവും. അതേപോലെ ആയിരിക്കും മറ്റൊരാൾക്ക് സങ്കടമുണ്ടായാലേ അവരുടെ വേദനയും